ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കപ്പളങ്ങയും ഉണക്ക അയലയും കൂടി ഇട്ട് വെച്ച നല്ല തേങ്ങ അരച്ച് വെച്ച നല്ല നാടൻ കറി കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് കറിയിലൊന്നാട്ടോ അത്. അപ്പോൾ നമ്മൾ കപ്പളങ്ങ ഇച്ചിരി അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി വേവായപ്പോഴത്തേക്കും നമ്മുടെ അയല കഴുകിയത്, ഒരു അയല കേട്ടോ ഞാനിട്ടത്, നമ്മുടെ അയല കഴുകിയത് കഷ്ണമാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുക ചെയ്യണത്. അപ്പോൾ ഈ ഉപ്പിടുമ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് ഉപ്പിടുന്നില്ല, കാരണം അയല ഉണക്ക മീനായതുകൊണ്ട് അതിനകത്ത് ഉപ്പുണ്ടല്ലോ. അപ്പം അതും ആ ഉപ്പും നമ്മൾ ഇട്ടേക്കണ ഉപ്പും കൂടി ഒന്ന് ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഓവർ ഉപ്പായി പോകും. അപ്പം നമ്മൾ തേങ്ങ അരച്ച ഇത് ചെറിയ ഉള്ളിയും തേങ്ങയും മാത്രമായിട്ട് അരച്ചെടുത്തത് അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി അവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതൊരു അബദ്ധം പറ്റിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുടംപുളി ഇടണമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇടണമായിരുന്നു, എനിക്കത് മറന്നുപോയി കേട്ടോ. ഇങ്ങനെ ഒരു മറവിയുണ്ട്, മനുഷ്യരല്ലേ അല്ലേ. അപ്പം മറന്നുപോയി. അപ്പം ഞാനത് തേങ്ങ അരച്ച് കളിക്കുന്നതിന് ശേഷം കേട്ടോ ഓർമ്മ വന്നാൽ പെട്ടെന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ കുടംപുളി ഇതിനകത്ത് കിടപ്പുണ്ടേ. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. അതേ കിട്ടി കുടംപുളി കിട്ടിയിട്ട്. അപ്പം പുളി ആവശ്യത്തിന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ പുളി എടുത്ത് കളയും കേട്ടോ. ഒത്തിരി പുളി ഇഷ്ടമല്ല, എടുത്ത് കളയും കേട്ടോ. അപ്പം നമ്മുടെ പുളി ഇതിനകത്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഉലുവയും കടുകും കൂടെ പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ കറി താളിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി കറി കേട്ടോ. പിന്നെ മീൻ 3 ടൈപ്പ് മീനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പല്ലിയുണ്ട്, മുള്ളനുണ്ട്, പിന്നെ വരാലുണ്ട്. ഈ 3 മീനും കഴുകി മുളക് ഇരുമി വെച്ചേക്കണയാണ്. അത് ഏത് നേരം നമുക്കിതിന് വേണ്ടിയിട്ട് മെനക്കേടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴുകി ഫ്രിഡ്ജിൽ വെച്ച് മുളക് ഇരുമി വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഒരു ശകലം ചീര മുറ്റത്ത് നിന്നായിരുന്നു, അതെടുത്തുനിന്ന് തോരൻ വെച്ചു. പിന്നെ നമ്മുടെ ചോറിൻ്റെ കറികൾ ഇതൊക്കെയാട്ടോ. അപ്പം ചൂടൻ ചോറ്, നമ്മുടെ കപ്പളങ്ങ കറി, ഇതുപോലത്തെ കറിയുള്ളപ്പോൾ എനിക്ക് ചോറ് തിന്നാൻ ഭയങ്കര ധൃതി കേട്ടോ. നേരത്തെ ചോറുണ്ണുവേ, ഇല്ലെങ്കിൽ വൈകിയൊക്കെ കഴിക്കുള്ളൂ. ഇഷ്ടമുള്ള കറികളാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എനിക്കങ്ങനെ കേട്ടോ. അപ്പം ചീരയില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു തോരൻ നിർബന്ധമാണ്. അപ്പം ഞാനതുകൊണ്ട് അത് പറിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി. ഒരു വിഷാംശമൊന്നും ഇല്ലാത്ത നമ്മൾ വീട്ടുമുറ്റത്ത് നിൽക്കണല്ലേ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതും ഒരു ശകലം പറിച്ചു. പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പടവും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് അടിപൊളിയാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.